ഈ മായാലോകത്തിൽ നിങ്ങൾ സ്ഥിരമായ ഒരു ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളെ ഈ ലോകത്തിൽ നിയന്ത്രിച്ച് നിർത്തുന്ന നിങ്ങളുടെ ഹൃദയസ്ഥനായ ആ ഈശ്വരനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കാത്ത ഒരാൾക്കും ഈ ലോകത്തിൽ ശാശ്വതമായ ശാന്തി ലഭിക്കുകയില്ല. തൽക്കാലത്തേക്ക് ഉള്ള ചില സന്തോഷങ്ങൾ ലഭിക്കുമായിരിക്കാം. പണമുണ്ടാകുമ്പോൾ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടുമ്പോഴുണ്ടാവുന്ന സന്തോഷം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇത് തന്നെ ജീവിതം, ഇങ്ങനെ തന്നെ എനിക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് അപ്പോൾ തോന്നും. പക്ഷേ കാലം കഴിയും തോറും പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അന്നേരം നമുക്ക് പഴയതുപോലെ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പണ്ട് ഞാൻ എങ്ങനെയൊക്കെ സന്തോഷിച്ചവനായിരുന്നു എന്ന് ചിന്തിച്ച് നമുക്കൊരു നിരാശയും തോന്നാം. അതുകൊണ്ടും കൂടെയാണ് ഭഗവാൻ പറഞ്ഞത്, ഈ മായാലോകം ഒരു മരീചികയാണ്. ദൂരെ ജലമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആ മരുഭൂമിയെ പോലെയാണ് ഈ ലോകം. ഇപ്പോഴുള്ളതിനേക്കാളും സന്തോഷം ഇനി വരാനുള്ള കാലത്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും വൃഥ ചിന്തിച്ചു പോകുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചുറ്റുമുള്ള പലരുടെയും ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം. വേദാന്തം അഥവാ ഉപനിഷത്ത് പറയുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാനാണ്. ഹൃദയം ശുദ്ധമാക്കണമെങ്കിൽ ഉള്ളിലെ ദുർവാസനകൾ ഇല്ലാതാക്കണം. ദുർവാസനകൾ ഇല്ലാതായാൽ നമുക്ക് സ്വാഭാവികമായി ബോധ്യപ്പെടും നമ്മുടെ ഉള്ളിൽ ഒരു പ്രസാദം, എന്തെന്നില്ലാത്തൊരു സന്തോഷം. മറ്റുള്ളവരെ നിർലോഭമായിട്ട് സഹായിക്കുമ്പോൾ, നിസ്വാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം അത് അനുഭവിച്ചറിയാം. അത് ഈ ജന്മത്തിൽ തന്നെ അറിയാം. എന്ന് നിങ്ങൾ അത് ചെയ്തു തുടങ്ങുന്നുവോ അന്ന് മുതൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വഴിപാട് കഴിച്ചതിൻ്റെ ഫലമാണോ നമുക്ക് ഈ കിട്ടിയ സൗഭാഗ്യം? ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കും വഴിപാട് കഴിക്കുന്നത്. ആ വഴിപാട് കഴിച്ചത് കൊണ്ട് തന്നെയാണോ ഇത് സംഭവിച്ചത് എന്നതിന് ഒരു തെളിവുമില്ല. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്, അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ സമയമായപ്പോൾ അത് നടന്നതും ആവാം. എന്തായാലും അത് അവിശ്വസിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ അതിനൊന്നും തെളിവില്ല. എന്നാൽ ഇതങ്ങനെയല്ല. നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാവുന്ന സത്യമാണ് ഉപനിഷത്ത് നമ്മോട് പറയുന്നത്. ഉപനിഷത്ത് സത്യങ്ങളുടെ സാരമാണ് ഭഗവത്ഗീത. ഇവിടെ ഭഗവാൻ പറഞ്ഞ എല്ലാം, കർമ്മയോഗമാവട്ടെ, ഇനി ജ്ഞാനയോഗത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. അത് ആ തലത്തിലെത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ അത് അനുഭവിച്ചവരുടെ, ആ ജ്ഞാനയോഗത്തിലെത്തി സമാധിസ്ഥരായവരുടെ ജീവചരിത്രങ്ങൾ, ആത്മകഥകൾ വായിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഒരു കർമ്മയോഗിയാകാനെങ്കിലും നമ്മളെ പോലുള്ള ലൗകികർക്ക് സാധിക്കും. അങ്ങനെ ചെയ്തു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും നമ്മുടെ മനസ്സിന് വരുന്ന ആ മാറ്റം, ഹൃദയശുദ്ധി കൈവരും തോറും നമുക്ക് വരുന്ന മാറ്റം അത് സ്വയം അനുഭവിച്ചറിയാം. ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടും ആളുകളോടുള്ള നമ്മുടെ മനോഭാവവും മാറുമ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ മാറ്റം സംഭവിച്ചതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതിനൊരു തെളിവും ആവശ്യമില്ല. അത് അനുഭവമാണ്, അനുഭവവേദ്യമാകുന്നതാണ് അത്. എന്നാൽ മറ്റൊന്നിനും ഈ ഒരു തെളിവ് നൽകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്ര ധൈര്യപൂർവം പറഞ്ഞത്, അർജുന, നീ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ, നീ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, ശരിയാണോ, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുൻപ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ശാപമല്ല എന്ന് പറഞ്ഞത്. അതൊരു വസ്തുതയാണ്, ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന വസ്തുതയാണത്. അത് ഭഗവാൻ ഒരു മുന്നറിയിപ്പ് പോലെ തന്നു. നിങ്ങൾക്ക് സന്തോഷമായി ശാന്തിയോടെ ജീവിക്കണമെങ്കിൽ ഇതേ ഒരു വഴിയുള്ളൂ. എന്നാൽ അത് വേണോ വേണ്ടയോ, അങ്ങനെ ജീവിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഈ കാണുന്ന ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകി അതിനോട് ആസക്തിയോടെ ഒട്ടി ഇവരെനിക്ക് സ്വന്തമാണ്, ഇവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല, ഇങ്ങനെ ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച്, അല്ലെങ്കിൽ നല്ല ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് ജീവിക്കാം, ഒരു കുഴപ്പവുമില്ല. അതിനൊന്നും ഭഗവാൻ ശപിക്കുകയുമില്ല. പക്ഷേ ഇവരോരോരുത്തരായി നിങ്ങളെ വിട്ടുപോകുമ്പോൾ അപ്പോൾ ഭഗവാനെ വിളിച്ച് കരയരുത്. ഭഗവാനെ, ഞാൻ ഒറ്റക്കായിപ്പോയി, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കരയരുത്.
കാരണം ഭഗവാൻ മുന്നറിയിപ്പ് തന്നിരുന്നു, ഈ കാണുന്ന ലോകമേ സത്യമല്ല. അപ്പോൾ ഈ ലോകത്തിൽ നിങ്ങളുടെ സ്വന്തം എന്ന് വിചാരിച്ച് നിങ്ങൾ വെക്കുന്ന ഓരോ ബന്ധവും അതും സത്യമല്ല. ഇവിടെ ആരും സ്ഥിരമായി ജീവിക്കുകയില്ല. ഓരോരുത്തരായിട്ട് ഇന്ന് ഞാൻ നാളെ നീ എന്നതുപോലെ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകും. അത് ഇന്ന ദിവസം എന്ന് പോലും നമുക്കറിയില്ല. ഇങ്ങനെ അനിശ്ചിതമായിട്ടുള്ള ഈ ലോകത്തിൽ ഇതെന്റെ സ്വന്തം, ഇവർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വിചാരിച്ച് ജീവിച്ചാൽ അവസാനം ദുഃഖിക്കേണ്ടി വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഭഗവാന്റെ ശാപവും അല്ല, അതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചിന്തിക്കുക, നന്നായി ചിന്തിച്ചുറപ്പിച്ചിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അതുപോലെ ജീവിച്ചുകൊള്ളുക. ഇതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് അർജുനനോട് പറഞ്ഞിട്ട് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് എന്ന് ഒന്നുകൂടെ നമ്മളോടുള്ള വാത്സല്യത്താൽ ഭഗവാൻ പറയുകയാണ്. അതായത് നമ്മൾ കുട്ടികളെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കും. എന്നാലും ഉത്തരവാദിത്വ ബോധമുള്ള രക്ഷിതാക്കൾ എന്ന നിലയിൽ ഇടയ്ക്കിടെ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒരുപക്ഷെ അവരറിയാതെ അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഇനിയല്ല, അവരോട് തന്നെ അന്വേഷിച്ച് അവരെ സുഹൃത്തുക്കളെ പോലെ കണ്ട് അവരുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് അറിയാൻ ശ്രമിക്കും. ഇതേപോലെ ഉത്തരവാദിത്വമുള്ള ഒരു രക്ഷകർത്താവായിട്ട് ഭഗവാൻ വീണ്ടും അർജുനനോട് പറയുകയാണ്, അർജുന, നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് നീ നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു, സത്യമാണ്. എങ്കിലും ഞാൻ പറയുകയാണ് അർജുന, ഈ ജീവിതത്തിലെ പരമമായ ശാന്തിക്ക് ഞാൻ പറയുന്നത് തന്നെ കേൾക്കൂ.